Beef, kilo, 20 kilograms. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ ബീഫും കഴിക്കും, ചിലപ്പോൾ പശുവിനെ പിടിച്ച് മൊത്തത്തോടെ തിന്നും. ആരെടാ ഇതൊക്കെ? ആരെടാ പുതിയ അപരാധങ്ങളും അപരാധികളും ഇട്ടൊക്കെ നമ്മുടെ നാട്ടിലിട്ട് ചൊറിയാൻ വരുന്ന, തമ്മിൽ തല്ലിച്ച് മറ്റേ മുട്ടനാട്ടിനെ കൊണ്ട് ചോരൊട്ടി കുടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അറിയാവോ? അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന കീർത്തി എന്ന് പറയുന്ന ഒരു നല്ല മോള് ചെയ്തു വെച്ചിട്ടുള്ള കീർത്തി ഗോവിന്ദ സ്വാമി. സ്വാമിയേ, ഇമാതിരി ചെയ്ത പരിപാടി വേണ്ടായിരുന്നു. എന്തായാലും സ്വാമിജി, ആ സ്വാമിജി അല്ല, ഇത് കീർത്തി സ്വാമിജി. ഈ കീർത്തി ഗോവിന്ദ സ്വാമി ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമ്മിലടി പരിപാടിയാണ്. അതായത് കേരളത്തിലുള്ളവരെല്ലാവരും ഈ ബീഫ് തിന്നുന്ന എന്തോ ഇല്ല അപരാധം പോലെയാണ്. ഈ മറ്റേ ദൈവത്തിനെയൊക്കെ വച്ചിട്ട് ഇരുന്ന് ബീഫ് തിന്നുന്നു എന്നുള്ള സാധനമാണ് ഈ കീർത്തി നമ്മുടെ നാടിനെ കുറിച്ചിട്ട് അടിച്ചിറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കേരള സ്റ്റോറി കണ്ടില്ലേ, പാർട്ട് 2, അതിൽ നമ്മുടെ നാടിനിട്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്, ഐ മീൻ കേരളത്തിലാണ് ഈ വിഷയം എന്നുള്ള രീതിയിലാണ് ഒരു വേട്ടവാളിയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിലെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കൂടി കേരളത്തിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്, കേരള സ്റ്റോറി പാർട്ട് 2. എന്നാൽ അത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കേരളത്തിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവിടെ നമ്മൾ എന്തും തിന്നും, എന്തും കിട്ടിയാലും തിന്നും, തവള വരെ തിന്നും പിടിച്ച്. അങ്ങനെയാണ് ഇവിടെ കേരളത്തിലുള്ളവന്മാർ. അതുകൊണ്ട് കേരളത്തിനായിട്ട് ഇപ്പൊ പുതിയൊരു കൊട്ടാനായിട്ടാണ് കീർത്തിജി എത്തിയിട്ടുള്ളത്. കീർത്തിജിക്ക് അണ്ണാക്കിൽ 2 മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. നീ എപ്പോഴാടി കണ്ടത് നമ്മളിവിടെ മറ്റേ ഉണ്ടാക്കിയത്? നമ്മളിവിടെ ബീഫ് തിന്നും, നിനക്കൊല്ലം ചെയ്യാണ്ട. നിനക്ക് ചെയ്യണ്ട, നീ പോയി കേസ് കൊടു. നീ ഒരുമാതിരി നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്ന പരിപാടി തന്തയില്ലായ്മ കാണിക്കരുത് കേട്ടാ. നീ ഏറെ സ്ഥിതിക്ക് നീ കുറച്ച് വേർക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അപ്പൊ കീർത്തിയുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. 2.86 മില്യൺ ഫോളോവേഴ്സ്. വൈ കേരള ലവ് ബീഫ്, നോട്ട് എ പ്രൊപ്പഗണ്ട. കേരള ലവ് ബീഫ് എന്ന് പറഞ്ഞിട്ട് ഇവള് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കേരളം ബീഫ്. എടാ, നമ്മള് പൊറോട്ടയും ബീഫും ഒക്കെ വെച്ച് പിടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, നിന്റെയൊക്കെ മറ്റേടുത്ത ഒന്നും കിട്ടത്തില്ല. അത് വിട്. ഇനി പുട്ടും ബീഫും, എന്തിനോടെയും ബീഫ് ചേർക്കാം, ചോറിനോടെയും ബീഫ് ചേർക്കാം, ഏതിന്റെ കൂടെയും ബീഫ് ചേർക്കാം, എന്തിന് നമ്മുടെ പഴംപൊരിയും ബീഫും ചേർക്കാം, എല്ലാത്തിൻ്റെ കൂടെയും ബീഫ് ചേർത്ത് തിന്നാം. അത്രയ്ക്ക് വലിയൊരു സൂപ്പർ സാധനമാണ് ബീഫ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബീഫ്. എൻ്റെ ഫേവറേറ്റ് ഫുഡുകളുടെ കൂട്ടത്തിൽ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെയാണ് ബീഫ്. അതായത് ഈ റൈസ് ഐറ്റം പോയിട്ട് അല്ലാണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്നത് ബീഫാണ്. ഞാൻ എവിടെ പോയാലും ബീഫുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അതെന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് അറിയാം. അത്രയ്ക്ക് ലവ് ബീഫ് ഡാ, കേരള ലവ് ബീഫ്. പക്ഷെ ഇവള് കേരളത്തിലിട്ട് ചൊറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ വന്ന സാധനമാണ്. വൈ കേരള ലവ് ബീഫ്. നിനക്ക് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മൾ ബീഫിനെ സ്നേഹിക്കുന്നത്, മനസ്സിലായോ? ഐ സ്പെൻഡ് എ ഡേ വിത്ത് ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. അതാണ് അടുത്ത ഇവളുടെ ടൈറ്റില്. എടാ, ഞാനൊരു ക്രിസ്ത്യനാണ്. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ബിരിയാണി ആൻഡ് ബീഫ്. കേട്ടോ, ബീഫ് ബിരിയാണി അല്ല, ബീഫ് എൻ്റെ ഒരു പ്രധാന ഭക്ഷണമാണ്. അപ്പൊ ഇവളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ഐ സ്പെൻഡ് എ ഡേ വിത്ത് ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. അതായത് ബീഫ് കഴിക്കുന്ന ഹിന്ദുസുമായിട്ട് അവൾ ഒരു ഡേ സ്പെൻഡ് ചെയ്തെന്ന്. അപ്പൊ കേരളം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുക്കളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവള് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല ബീഫ് കഴിക്കുന്നത്, ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും കഴിക്കും. പിന്നെ ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. അത് മതവും ജാതിയും പറഞ്ഞിട്ടല്ല അവർ കഴിക്കാതിരിക്കുന്നത്. പേഴ്സണലി ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. അല്ലാണ്ട് ഇവിടെ നീ പറയുന്നത് പോലെ ഹിന്ദുക്കൾ മാത്രമല്ല ഈ ബീഫ് ഉണ്ടാക്കുന്നത് കേട്ടാ. ഇവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും കഴിക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്തിട്ടിലും തിന്നും. ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പൊ നീ ഇവിടെ ഹിന്ദുക്കളുടെ പേര് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോർത്തിലോട്ടുള്ള വിവരദോഷികൾ ബീഫിനെതിരാണ്. അവിടെ ഉള്ളവന്മാർ ഗോമൂത്രന്മാർ കുടിക്കുന്ന ടീംസാണ്. അതുകൊണ്ട് തന്നെ നീ ഇവിടുത്തെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കുകയാണ്. അവിടെ ജയ് ശ്രീറാം വിളിച്ച് നടക്കുന്ന ടീംസ് ഒന്നും കഴിക്കത്തില്ല ബീഫ്. പക്ഷെ നീ ഇവിടെ ഉള്ള ഹിന്ദുക്കൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇട്ടിട്ട് തമ്മിലടിപ്പിച്ചിട്ട്, ഏത് നാട്ടുകാരെ തമ്മിലടിപ്പിച്ചിട്ട് ഇവൾ ആ പരിപാടി ഇറക്കുകയാണ് ഇതിന്റെ ഇടയിൽ. എന്തായാലും ഇവൾക്ക് പൊങ്കാല കിട്ടിയതിനു ശേഷം ഇവള് നൈസായിട്ട് തമ്മിലൊന്ന് മാറ്റി, ടൈറ്റിലൊന്ന് മാറ്റി. കേരള ലവ് ബീഫ് അല്ലേ? നിനക്ക് ഞാൻ പറഞ്ഞുതരാം കേരള എന്തുകൊണ്ടാണ് ബീഫ് ലവ് ചെയ്യുന്നതെന്ന്. നിനക്ക് ചാണകത്തിലോട്ടൊക്കെ വരാം. വൈ കേരള ലവ് ബീഫ്, നോട്ട് എ പ്രൊപ്പഗണ്ട. അത് വിട്. ഇനി നമുക്ക് നേരെ അവളുടെ കോണാത്തിലെ ഒരു ഇതിലോട്ട് പോവാം. ഇവളുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കമന്റ്സ് നമുക്ക് ആദ്യം നോക്കിയിട്ട് നമുക്ക് ഇവളുടെ കേരള ലവ് ബീഫിലോട്ട് പോവാം. കേരള ലവ് ബീഫ് അല്ല, നിനക്കിപ്പം ഞാൻ ശരിയായി തരാം. കേരള എവിടെ സാധാരണ കോപ്പ് നിൽക്കണമില്ലല്ലോ, ഇതെന്ത് ഇങ്ങനെയായിരുന്നു പറക്കുന്നേ? ഓക്കെ, കീർത്തി ഗോ മേക്ക് വീഡിയോ അബൌട്ട് ഉത്തർപ്രദേശ് ബിഗിൻ ദ ലാർജസ്റ്റ് ബീഫ് എക്സ്പോർട്ടർ. ദ ഐറണി ഈസ് ദാറ്റ് ദേ വർഷിപ്പ് കൗസ്. ഓക്കെ, ഇതിന്റെ കമന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഇവള് നൈസായിട്ട് ഇവള് ഊരി, അതാണ് സംഭവിച്ചത്. ഡു എ വീഡിയോ ഓൺ ഹൗസസ് വിത്തൗട്ട് ടോയ്ലറ്റ്സ് ഇൻ നോർത്ത് ഇന്ത്യ.
ഓൾസോ പ്ലീസ് ലീവ് യുവർ അജണ്ട അറ്റ് ദ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയ സാധനങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ ഇവളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം. അതായത് നമ്മുടെ JBI TVയുടെ ചാനലിൽ, Hey, I understand that this topic is sensitive and people can see it differently. But just to clarify, the intention of my documentary was not to promote or oppose any food choice. It was to understand how and why beef is widely consumed in Kerala, which is very different from many other parts of India. As you know already, lot of narratives online say that beef is being forced on people in Kerala. I wanted to break that narrative. That's what I tried to document. That's also why I spoke to nutritionists and a historian to understand both the healthy preservative and the historical context. The goal was to genuinely show the people outside the ground reality of Kerala. I would genuinely encourage people to watch the full documentary before forming an opinion, because short clips can sometimes create a very different impression from the complete work. Healthy disagreement is always welcome. ഇപ്പോൾ ആദ്യം ഇട്ടിരുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് മറ്റേ കേരളക്കാർ ബീഫ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം കണ്ട സാധനം. ഞാനൊന്ന് കൊടുക്കാം, ഒന്നുകൂടി കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. I spent a day with the beef eating Hindus. ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ആദ്യം ടൈറ്റിൽ ഇട്ടിരുന്നത്. പിന്നെയാണ് കേരള ലവ് ബീഫ് എന്നുള്ള സാധനത്തിലോട്ട് ഇവൾ മാറ്റിയത്. അപ്പം ഇമാതിരി ഒരു ഉളത്തനാണ് ഇവളെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വീഡിയോയിലിട്ട് പോവാം. ഇവള് മറ്റേ തമിഴ്നാട്ടുകാരിയാണ്. എന്നിട്ട് ഇവള് നോർത്തിലോട്ട് മാറിയിട്ട് ഇവള് എന്തോ ഒരു നോർത്ത് ഇന്ത്യൻകാരിയായി മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു വീഡിയോയിലിട്ട് പോവാം. ഇവക്ക് നമ്മുടെ മോദിജി കൊടുക്കുന്ന പുരസ്കാരം കാണാം. मुझे हिंदी समझ कर सकती हूँ, बट बोलने के लिए थोड़ा मुश्किल है. जो मर्जी कलकी നീ ആരാ മുട്ട നീ സ്റ്റാർ കൊണ്ട് നിന്നോ. किसी कोने में तो आपको सुनने वाला मिल ही जाएगा. ഹിന്ദി ആണ്ട് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട, മനസ്സിലായില്ല. എല്ലാവർക്കും വണക്കം. I would really like to appreciate our honorable Prime Minister for the fact that you have taken up Tamil in a lot of stages and you said like Tamil. So I must start with vanakkam. Yeah, vanakkam. So I'm really grateful for that. I always felt like it's black regional platform which you brought here. So I'm really grateful for that, sir. ചേട്ടാ നില്ലേ. ഇനി ഇവൾക്ക് ഒരു പുരസ്കാരം എന്തൊക്കെ കിട്ടി, എന്ത് കോപ്പാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും തേങ്ങയൊക്കെ കിട്ടി. ഇനി അത് പോട്ടെ. ഇവള് കേരളത്തിൽ ഉണ്ടാക്കാൻ വന്നു. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവള് കേരളത്തിലിട്ട് ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവളെ വെറുതെ വിടണോ? വെറുതെ വിടാൻ പാടില്ല. ഇവളെ മാക്സിമം വലിച്ചീറി ഒട്ടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് ഒരു സാധനം ഇട്ട് കൊടുത്ത് നമ്മുടെ നാടിനെ എന്തോ ആക്ഷേപിച്ചിട്ട് പോകുന്ന പോലത്തെ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേട്ടൻ്റെ നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവളിപ്പോ ഇവിടെ നമ്മുടെ കേരളത്തില് മെയിൻ ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ. വന്നു കാണാം. നല്ല ബീഫ് കിട്ടും. നിനക്ക് നല്ല ബീഫ് വേണമെങ്കിൽ ഞാൻ തരാടി. ബീഫ് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നവള്. നിന്നൊക്കെ ഒന്നും പറയണില്ല. എവിടെ നല്ല ബീഫ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയെഴുന്നള്ളി വന്നിട്ട് ഇതാ ദിസ് ഈസ് ദ ബീഫ് സ്റ്റോൾ ആൻഡ് ജസ്റ്റ് ഈസ് 5 minutes away ഫ്രം ദ ടെമ്പിൾ ഗ്രൗണ്ട്. അതായത് ഇവളിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിളിന്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് നടന്ന ഉള്ള സ്ഥലത്ത് ബീഫ് കിട്ടും. അതായത് ഒരു വർഗീയത സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടെമ്പിളിന്റെ അടുത്ത് ബീഫ് വിൽക്കുന്നു, അങ്ങനത്തേക്കൊരു സാധനം. ഇവള് നോർത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ മലയാളികളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഒരു സാധനം ഇവൾ അടിച്ചതാണ്. ഇൻഡയറക്ട്ലി ഇവൾ അടിച്ചതാണ്, പക്ഷെ ഡയറക്ട്ലി അടിച്ചതായിട്ടാണ് നാട്ടുകാർക്ക് മനസ്സിലായത്. Away from the temple ground where Kerala's biggest festival, Thrissur Puram, happens. This place is in Thrissur, a district known for its strong Hindu presence, a land of Thrissur Puram, Kerala's biggest temple festival. And yet, this is just another busy lunch hour. അതായത് തൃശ്ശൂർ പൂരം ടെമ്പിള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് നൈസായിട്ട് സദ്യ ഇതെല്ലാം കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ട് നൈസായിട്ട് അടുത്ത് കൊണ്ടുപോകുന്നത് ഏതിലോട്ടാ? ബീഫിലോട്ടാ. കാരണം ബീഫ് ടെമ്പിളിന്റെ അടുത്ത് ഈ ഒരു സെറ്റപ്പ് സാധനങ്ങളൊക്കെ
ഇവള് കാട്ടിക്കൂട്ടി എടുക്കുകയാണ്. ഇവിടെ ഇപ്പൊ ടെമ്പിളിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു ബീഫൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവൾ ടെമ്പിളിന്റെ അടുത്ത് ബീഫ് കട എന്നൊക്കെയുള്ള സാധനം ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായി, ഇട്ട് കൊടുക്കുകയാണ്. അതായത് ടെമ്പിളിന്റെ അടുത്ത് ബീഫ് ഈ സാധനം ഇവള് നൈസായിട്ട് ഇൻഡയറക്ട്ലി ഇടുകയാണ്. അത് കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ബാക്കിയാണ് $20 kg ബീഫ് എന്ന് പറയുമ്പോൾ അവളെ വായിൽ ഇങ്ങനെ അങ്ങ് പോവേണ്ട, ഒന്നും കാണാൻ അല്ല വേണ്ട, എന്ത് തേങ്ങയ്ക്കാണ് 20 kg ബീഫ് ഈ സെറ്റപ്പിൽ അങ്ങ് പോവുകയാണ്. എന്റെ പൊന്നെണ്ണ കൂത്തി പറഞ്ഞെണ്ണ അണ്ണ ഇതുണ്ടെണ്ണ ബീഫ് ബീഫ് ബീഫ്. ഇന്നെന്തായാലും ബീഫ് വാങ്ങണം. അണ്ണൻ കൊതിപ്പിച്ച് കളഞ്ഞു. കണ്ട 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 അതായത് ഇവിടെ അടുത്ത് കൊണ്ടുവരുന്ന സാധനമാണിത്. അതായത് ബീഫ് സാധനങ്ങളെല്ലാം ഉണ്ട് ഈ ഹോട്ടലിൽ എന്നുള്ള സാധനം കാണിച്ചിട്ട് ഇന്ന ഹോട്ടൽ എത്ര നല്ല നടത്തി വരുന്നു എന്ന് പറഞ്ഞിട്ട് മുരുകന്റെ ഒക്കെ ഫോട്ടോ കാണിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ അടുത്ത് ബീഫ് ഈ സാധനം ഇത് കാണുന്ന ഒരു നോർത്ത് ഇന്ത്യന് നമ്മുടെ കേരളത്തിനോട് ഒരു ചൊറി തള്ളേ നമ്മളെ മുരുകനെണ്ണനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചെന്ന് പറഞ്ഞും കൊണ്ട് ഉള്ള സാധനം ചൊറി. അതായത് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ദൈവങ്ങളുള്ള ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബീഫ്, അതുപോലെ ടെമ്പിളിന്റെ അടുത്ത് 5 മിനിറ്റ് ഇപ്പുറത്ത് ബീഫ്. ഈ ഒരു സാധനമാണ് ഇവിടെ കണക്ട് ചെയ്ത് വർഗീയതയാണ് ഉണ്ടാക്കുന്ന പച്ച അപരാധമാണ് ഇവിടെ പറയുന്നത്. കാണാം. ബീഫ് പോർക്കും ഇത് രണ്ടുമാണ്. 20 kg ബീഫ് എന്ന് പറയുമ്പോൾ അണ്ണാക്കി പിരി കിട്ടുന്നത്. അവള് ബീഫിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, വേറെ ഒന്നിലുമല്ല, ബീഫിലോട്ടാണ്. അതായത് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് ഇവക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം പിടിക്കത്തില്ല. അതാണ് ഇവള് ഇവിടെ പിടിക്കുന്നത്. ആ സാധനമാണ് ഇവള് ഇവിടെ പിടിക്കുന്നത്. നീ മറ്റു പറഞ്ഞില്ല, ഞാനിവിടെ തമ്മിൽ തല്ലിക്കാൻ അടിയുണ്ടാക്കാൻ അല്ല വന്നതെന്ന്. പിന്നെ നീ എന്തിനാണ് ബീഫിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്? എന്തിനാണ് നീ ബീഫിലോട്ട് പിടിക്കുന്നത്? ദൈവത്തിന്റെ ഫോട്ടോ കാണിക്കുന്നു, എന്നിട്ട് ബീഫ്, തൃശ്ശൂർ പൂരം, ടെമ്പിളിന്റെ അടുത്ത് 5 മിനിറ്റ് ഇപ്പുറത്ത് ബീഫ്. ഈ ഒരു സാധനം നീ എന്തിനു കണക്ട് ചെയ്ത് ഇടുന്നു? അതായത് നോർത്തില് അങ്ങോട്ടും ഇങ്ങോട്ട് ബീഫൊന്നും പറ്റൂലല്ലോ. ആ ഒരു സാധനം ഇവിടെയും ഇവള് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായി? അതായത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നല്ല, ഇവൾ ആ ഒരു സാധനം പറഞ്ഞിട്ട് നോർത്തുകാരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നോർത്തുകാർക്ക് വേണ്ടി സംസാരിച്ചിട്ട് നമ്മൾ മലയാളികളെ തൂക്കിയിട്ട് അടിച്ചിട്ട് ഉള്ള ഒരു സാധനം കൊണ്ടുവരാനാണ് ഇവൾ ശ്രമിക്കുന്നത്. ഇവള് തമിഴ്നാട്ടുകാരിയാണ്. എന്തിനാണ് ഈ തമിഴ്നാട്ടുകാർക്കും കൂടി അപമാനമായി മാറുന്നത് നീ? കഷ്ടം. എന്നിട്ട് ഇവള് സ്വയമേ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഇവള് നോർത്തിലെ മറ്റേ ആണെന്ന് കോപ്പാണ്. Is one of the most religiously diverse states in India. As per the census in 2011, roughly 54% are Hindus, 26% are Muslims, and 18% are Christians. So when you see beef on the table here, it is not locked to just one community. It is actually started from the Muslim families and Christian families. And as people have different like friend circle, when their friends is eating, they would love to try beef. And that is what I said. Once you try beef, because of that taste, you will not stop eating. And അതെ, nobody here is ഒരിക്കൽ ബീഫ് തൊട്ടവും പിന്നെ ബീഫ് വിടത്തില്ല. അമ്മാതിരി സാധനമാണ് ബീഫ് ഉയിര്, ബാക്കിയെല്ലാം തൈര്. അതാണ് എൻ്റെ ഒരു പ്രൊപ്പഗണ്ട. മനസ്സിലായോ? അതുകൊണ്ട് പ്രൊപ്പഗണ്ടയിൽ ചേച്ചി നിൽക്കുമ്പോൾ നമ്മുടെ പ്രൊപ്പഗണ്ട ഇതാണ്. പിന്നെ ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണ് ബീഫ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാണ്ട് നമ്മൾ ബീഫ് തിന്ന് ഇഷ്ടപ്പെട്ട നമ്മൾ വീണ്ടും തിന്നും കേട്ടാ. അതുകൊണ്ട് നീ ഇവിടെ നമുക്കിട്ട് ചൊറിഞ്ഞിട്ട് ഇവിടെ കിടന്നുണ്ടാക്കാനുള്ള പരിപാടി കാണിക്കല്ലേ. കീറിപ്പോ. Looking like they're making a political statement. It's look like people are just tired after work and they're hungry. Yes, beef nalla irukku. Oh, beef nalla irukku. As basically one side is filled with the west coastline and the other side of Kerala is the western Ghats. So one side of the people eat a lot of seafood and the other side of people eat a lot of cattle. ഇവിടെ വൺ സൈഡും ഇല്ല, ഡബിൾ സൈഡും ഇല്ല. നമ്മൾ തിന്നും, എല്ലാരും ഫിഷും തിന്നും, ബീഫും തിന്നും, എല്ലാം തിന്നും. മട്ടണും തിന്നും, ചിക്കണും തിന്നും, പന്നിയും തിന്നും.
പന്നി എനിക്കിഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല, തിന്നുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള സാധനം തിന്നും. അതിന് നീ ആരാടി ചോദിക്കാൻ? ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അവള് അമ്മച്ചിയുടെ മാവും കളവും. We are in a beef shop, and what you see is the beef. So in this shop, particularly, it is famous for buffalo meat, and there are so many bones. ഈ എല്ല് ഞാൻ വാങ്ങിച്ച് പട്ടിക്കിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. ഓക്കെ, അതുകൊണ്ട് ബീഫ് അതിനെപ്പറ്റി പറയാൻ നിൽക്കില്ല. നിനക്ക് വയസ്സില്ല, നീ ഒന്നാക്കി ബ്യൂട്ടി ഇരുന്നോണോ? വാ തുറക്കരുത് മേലാലിനി. So many things happening here. I'm scared. ഇവളിവിടെ ഈ മറ്റേ നോർത്തിലോട്ടൊക്കെ അവർക്ക് ഗോമാതാവാണല്ലോ. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് പിടിച്ചിട്ട് നമ്മളൊരുമായി താറടിച്ച് താഴ്ത്തി കെട്ടിക്കൊണ്ട് നമ്മളെന്തോ വലിയ ക്രൈമാണ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം. അതിപ്പോൾ ചിലവർ പറയുന്നുണ്ട് അത് നോർമൽ വീഡിയോ ആയിട്ടല്ലേ തോന്നുന്നുള്ളത്. അല്ല, ഇവിടെ വർഗീയത സ്പ്രെഡ് ചെയ്ത് നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്ന, അതായത് നമ്മുടെ നോർത്തുകാരെ നമ്മളെയും കൂടിയൊക്കെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു വർഗീയത സാധനമാണ് ഇവൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ കേരളത്തിൽ ഭയങ്കര ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഇനി നോർത്തിലോട്ട് പോകുമ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര ചൊറുക്കായിരിക്കും. സത്യമുള്ള കാര്യമാണ് പറയുന്നത്. ബീഫ് തിന്നുന്ന നാട്ടിൽ നിന്ന് ആൾക്കാർ അവർ ഗോമാതാവെന്ന് പറഞ്ഞ് ദൈവത്തിന് തുല്യം കാണുമ്പോൾ നമ്മൾ അതിനെ വെട്ടി തിന്നുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നല്ലോളം പൊള്ളും. ആ ഒരു സാധനമാണ് അത് ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇതുപോലുള്ള കാട്ടപരാധികളാണ് വന്നിട്ട് ഇവിടെ വർഗീയതയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടിനെയും തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന മുട്ടനാടുകൾ. അല്ലാണ്ട് പിന്നെ എന്നാ പറയുന്നത്? There's a customer buying 5 kg. They mostly make pickle out of it and fry out of it. They're gonna pack it and take it to Dubai. ഇവള് നൈസായിട്ട് മതം പിടിച്ചിട്ടുണ്ടാ. അതിൻ്റെ ഇടയിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഈ സാധനം മതം ഈ സാധനം അവള് പിടിച്ചിടുന്നു. ദൈവത്തിന്റെ ഫോട്ടോ കാണിക്കുന്നു, മുരുകന്റെ ഫോട്ടോ കാണിച്ചിട്ട് നൈസായിട്ട് അവിടെ ബീഫും കാണിക്കുന്നുണ്ട്. അത് ഇവള് ചെയ്യുന്ന നല്ല ഒന്നാം തരം സാധനമാണ്. നാടിനെ നശിപ്പിക്കാനായിട്ട് ഇവള് കാട്ടിക്കൂട്ടുന്ന അപരാധമാണ്. ഇനി ഞാൻ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഒരു എന്താ പറയാ, BJPക്ക് 30 കോടി സംഭാവന നൽകി ഇന്ത്യയിലെ മുൻനിര ബീഫ് കയറ്റുമതിക്കാർ. ഇത് കണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ റോഡ് മുസ്ലിങ്ങൾക്കുള്ളതല്ല. UPയിലെ ദേശീയപാതയിൽ വിദ്വേഷ സന്ദേശവുമായി ഹിന്ദുത്വവാദികൾ. തമ്മിലടിപ്പ് തന്നെയാണ് ഇവിടെ മൊത്തം. ഈ നാട് കുട്ടിച്ചോറാക്കും. ഇതുപോലെ ഉള്ളതും കൂടിയൊക്കെ വന്നിട്ട് മൊത്തത്തിൽ അലങ്കോലമാക്കിയിട്ട് പോവും. നിങ്ങൾ ഈ ഗോദ സിനിമ കണ്ടവരാണ് ടൊവിനോട്. അതിൽ ടൊവിന അങ്ങോട്ട് നോർത്തിലങ്ങാണ്ട് പോയിട്ട് ബീഫ് ചോദിക്കുമ്പോൾ അവനെ എല്ലാവരും കൂടി വളയുന്നൊരു സംഭവമുണ്ട്. അവൻ ബീഫിന്റെ അപ്പോഴൊരു സംഭവമൊക്കെ പറയും, മറ്റേ കുഴച്ച് പൊറോട്ടരെ കൂടി വെച്ച് തിന്നപ്പോൾ മറ്റേ വായനൊക്കെ വെള്ളം ഓടും ഈ സാധനം. അന്ന് മറ്റേ നടിയാണ് അവനെ രക്ഷിക്കുന്നത്, അവളെ പേരും മറന്നത്. അപ്പം അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉണ്ട്. അത് പക്ഷേ സിനിമയിൽ എങ്ങനെ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഓക്കെ, ബീഫ് എന്ന് പറയുന്ന സാധനം അവർക്ക് ദൈവമാണ്. ബീഫല്ല, അവർക്ക് പശുവാണ് ദൈവം. അതിനെ വെട്ടി പീസാക്കി കഴിഞ്ഞാൽ ബീഫായി നമുക്ക്. അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ചൊറ ഉണ്ടാക്കിയവളാണ് ഇവള്. Now in America, the colon cancer is on the rise because of the regular beef eating habits, red meats in general. Okay. So, അങ്ങനെ നമ്മൾ റെഡ് മീറ്റ് തിന്നും. കൊളസ്ട്രോൾ ഒന്ന് ചത്താലും കുഴപ്പമില്ല, നമ്മൾ ഇനിയും തിന്നും ഇവിടെ റെഡ് മീറ്റ്. കേട്ടെ, കൊളസ്ട്രോളോ എന്ത് തേങ്ങ ഒന്ന് ചത്താലും കുഴപ്പമില്ല, തിന്നും. നിനക്കൊല്ലും ചെയ്യാണ്ടോ? നീ പോയി ഗ്യാസ് കൊടുക്കും. what do you have to say about it? People have to understand the difference between the fresh beef and the processed sausages. That is the difference. And also, only beef doesn't increases your cancer risk. It is all about your overall lifestyle, and you're blaming only beef. That is not correct. Food is emotion, it is culture, family values, everything is connected with food, right? If removing that emotionally and culturally important food from their diet is not actually ethical, I would say. Don't let noise ruin your knowledge. From the Kerala's connection with beef start, we've had influences that's coming from other parts of the globe because of this. ബീഫ് ഇല്ലാതെ മലയാളികൾ ആലോചിക്കാൻ പോലും വയ്യ. ബീഫിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവർക്കും ബീഫ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ബീഫ് ஐ வாண்ட் இட். பீஃப்னா உயிர். பீஃப் என் உலகமே. பீஃபுக்கு வேண்டியதா வாழ்ந்துட்டே இருக்கு. பீஃப்டா பீஃப்டா பீஃப் பீஃப்டா எப்படிடா பண்ணி வச்சிருக்க. Straight.
So you mean to say it was not very indigenous to Kerala? No, I can't say it was not indigenous, but if you ask me, it was so evident. We don't know. We don't have any historical data saying that it's very evident. But it doesn't say that it is not evident either. And that's what makes us, I think Malayalis very different. In a way, we're very open people. നമ്മളെ ഇവിടെ എന്തു പറയാം, നമ്മൾ ബീഫ് തിന്നുന്ന പശുവിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമില്ല, തിന്നാൻ ടെസ്റ്റ് ഉണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ബീഫ് തിന്നുന്നത്. ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കുക, മോദി ബക്സ് ഡോണ്ട് ഈറ്റ് ബീഫ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ചാണകം പൊതിഞ്ഞ് തിന്നുന്നു ഷവർമയാക്കിയിട്ട്. എന്നടാ പണ്ണി വെച്ചിരിക്കേ, പോയി ചാവടാ, സത്തുപ്പോ എതുക്കടാ വാഴ്ന്നിട്ടിരിക്കേ, ചാണകം മടക്കി തിന്നുന്ന അവരാതി മോനെ, ചാണകം മടക്കി ഷവർമ പോലെ വെച്ച് അവർ റോൾ ചെയ്ത് തിന്നെയാണ്. വാവ്, 2 പീസ് ക്യാരറ്റും കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞിട്ടാ അവരാതികളെ. എന്തൊന്നും പറയാം, ഇത്രയും വിവരം കെട്ടന്മാര് യുവമാരെയൊക്കെയാണ് ഇവളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. പക്ഷെ പൊന്നടാവേ, അയ്യോ ചാണകം മടക്കി തിന്നടാ, ഗോമൂത്രം കുടിക്കുന്ന ടീംസ് അല്ലേ. എന്തായാലും നമ്മൾ ബീഫ് തിന്നുന്നത് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ചാണകത്തിൽ എന്ത് ടേസ്റ്റാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പശുവിന്റെ ചാണകം അമ്മമാർക്ക് ഉയിരി തിന്നടാ, കൊത്തിലും കൂടി കുറച്ച് അടിച്ചു കയറ്റി. Many Indian regions treat beef differently, and why did Kerala take another path? When the rest of the India goes in one direction, why Kerala goes in another direction? I think We all worship snakes. We don't eat snakes, right? But in Northeast, people eat snakes. So we are going there and ask them to stop eating snakes because it is God. പാമ്പൊന്നും എനിക്ക് പറ്റില്ല കേട്ടാ, ഞാൻ തിന്നൂല. ഇനിയിപ്പോൾ പാമ്പ് ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാലും ഞാൻ തിന്നൂല. എനിക്ക് പാമ്പൊന്നും ഇറങ്ങത്തില്ല. എനിക്ക് മനസ്സിന് പിടിക്കുന്ന സാധനം, മനപ്പുരട്ടല്ലാതെ ഞാൻ തിന്നുന്ന സാധനങ്ങളെ തിന്നും. ഞാൻ ബീഫ് തിന്നും, മട്ടൻ തിന്നും, ചിക്കൻ തിന്നും. പിന്നെ ഇനി വല്ല എന്തെങ്കിലുമൊക്കെ കിട്ടി നോക്കാം, ട്രൈ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ തിന്നാം. ആ ഒരു സെറ്റപ്പാണ്. അല്ലാണ്ട് പാമ്പൊന്നും പറ്റൂലേ, പാമ്പൊന്നും മനസ്സിന് പിടിക്കില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ, അതൊന്നും ശരിയല്ല. അത് ഇവിടെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ എന്തൊക്കെ തിന്നുമെന്ന് താഴെ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. That sounds rude for them, great for us. Now I want to. In many parts of North India, religions like Islam and Christianity spread through back-to-back wars. Their temples were destroyed. People were religiously persecuted at one point of the time. When a society goes through that kind of history, food and faith became very sensitive for them. People feel they have to protect them. But in Kerala, religion largely spread through trade. Arab traders came to the Malabar coast, and later Europeans also came through ports like Kozhikode and Kochi. Remember, even Vasco da Gama ended up in Kerala. So over time, people learned how to coexist with different religions around them. And for a very long time in Kerala, Kerala's biggest internal struggle was caste. And that's why even communism made a stronghold there. And historically, beef was not really a central part of old Kerala cuisine. ഇവളെല്ലാം പറഞ്ഞ് വളച്ചൊടിച്ച് അവിടെ കൊണ്ടുവരുന്നുണ്ടെന്ന് കണ്ട ബീഫ് കൊതിപ്പിക്കല്ലോ. Even the historian we spoke to and the local people confirmed it. And Kerala has around 55% Hindus and nearly 45% Muslims and Christians together, when almost half of the population come. നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചെന്ന് തിന്നും കേട്ടാ. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കിടന്ന് ചിലക്കേണ്ട, അടങ്ങിയിരിക്കട്ടി അവിടെ. From the communities without any restrictions on beef, naturally the food culture becomes very different. And most importantly, politics and cinema also played a role here. Beef fry and barota slowly became part of the pop culture. When something keeps appearing in movies, hotels and everyday life, it just becomes very normal for them. Whatever may be the reason, people have adopted to it. So maybe this is the real takeaway. What feels sacred in one place can feel completely ordinary in another place, and both realities can exist inside the same country. Kerala did not wake up one day and decided to be different. It evolved in a completely different way, and understanding that different doesn't mean you have to agree with them. It just means you understand it. ആയിക്കോട്ടെ. ഇവിടെ കിടന്ന് നീയൊക്കെ തമ്മിലടിക്കുമ്പോൾ ഞാൻ നിനക്കൊക്കെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതായത് നമ്മൾ മലയാളികൾ ഇവിടെ ജാതിയും മതവും ഒന്നുമില്ലാണ്ട് വേർതിരിവില്ലാണ്ട് നിൽക്കുന്ന മലയാളികൾ പറയുന്ന നമുക്കൊന്ന് കാണാം. ട്രിവാൻഡ്രം, ആറ്റുകാൽ പൊങ്കാല അത്രയും ഫേമസ് ആണ്.
ഈ ആറ്റുകാല പൊങ്കാലയ്ക്ക് വരുന്ന സമയത്ത് മുസ്ലിം പള്ളികൾ തുറന്നു കൊടുക്കപ്പെടാറുണ്ട് ആളുകൾക്ക് വരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. എന്തായാലും ഒരു ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾപ്പിച്ചു തരാം. ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറെ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമളാനിലാണ് ഈ വർഷം യാദർശികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമളാനിന്റേതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമളാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള ആ ഒരു നമ്മുടെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നല്ല നല്ല ആവിഷ്കാരത്തിലുള്ള സന്ദർഭമാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. കേട്ടല്ല, ഇതാണ് നമ്മൾ. അല്ലാതെ നീ കിടന്ന് ചിലക്കുന്ന പോലത്തെ ടീംസ് അല്ല നമ്മൾ മലയാളികൾ. കേട്ടാ, നിന്റെ ഈ കുന്തളിപ്പിന് ഉള്ള സാധനം നിനക്ക് കിട്ടും. അത് കിട്ടാതെ നീ അധികം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് അങ്ങോട്ടുള്ള നോർത്തിലോട്ടുള്ള ഹിന്ദുക്കളെ വെച്ചിട്ട് നീ ഇവിടെ കിടന്നൊരു സാധനം ഉണ്ടാക്കാൻ നോക്കുന്നില്ലേ? നമ്മൾ മലയാളികളെ മൊത്തത്തിൽ തമ്മിലടിപ്പിക്കാൻ നീ ശ്രമിക്കുന്നില്ലേ? ഈ ഒരു പരിപാടി, ആ പരിപാടി ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടാ. നമ്മൾ മലയാളികളെ അവരുടെ ഇടയിലേക്ക് ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു അജണ്ട, ഇതിനുള്ള മറുപടി ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് കിട്ടും. കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാകത്തില്ലല്ലോ. ഇനി ഇവളുടെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം റിപ്പോർട്ട് അടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇതുപോലത്തെ അപരാധികളുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യപ്പെടണം. കാരണം നമ്മുടെ നാടിനെ അപമാനിച്ചുകൊണ്ട് ഇവളുമാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലുള്ള സാധനങ്ങളെ അടിപ്പിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ ബീഫ് കോപ്പെന്ന് പറഞ്ഞുകൊണ്ട് മേലാൽ ഒരു സാധനം വന്നുമല്ലേ. പശുവിനെ തിന്നണമെന്നുള്ളവർക്ക് തിന്നാൻ പാടില്ല, തിന്നാൻ പറ്റണില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് തിന്നാതിരിക്കാം. അല്ലാണ്ട് ബീഫ് തിന്നുന്നവന്മാരെ നെഞ്ചത്തൊട്ട് പൊങ്കാലിടാൻ കയറി വന്നേണ്ടല്ല. എൻ്റെ പൊന്നും മക്കളെ ബെസ്റ്റ് ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് കൂടുതൽ ഗുണയടിക്കുന്നതിനേക്കാളും പോയി കമന്ന് കിടന്ന് ഉറങ്ങാനേ എനിക്ക് കീർത്തിയുടെ അടുത്ത് ഇപ്പം നിലവിൽ പറയാൻ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് പോയി മോള് കമന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും മോക്ക് ഏറ്റവും നല്ലത്. ഇവിടെ ഉള്ളവന്മാരെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ മക്കളെ പിള്ളേർ കയറിയെങ്കിലും മാന്തും. ചുമ്മാ എന്തിനാണ് ഇവിടെ നിന്ന് പോയാൽ കൂടുക്കെ എടുത്തോണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഓട്ടിച്ചിട്ട് കല്ലെറിയും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്. ബൈ.